ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഈ രണ്ടാമത്തെ മാസത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് പദവിയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രിയമുള്ള ദൈവമക്കളെ, ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ജീവിച്ചിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നതുകൊണ്ട് ദൈവമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ദൈവജനത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മഹാടക കൺവെൻഷൻ നടന്നു വരികയും ഞാൻ ഒന്നും അതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ എല്ലാ ദിവസവും ഞാൻ അതിന്റെ ലിങ്ക് എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചു പേര് മാത്രം അതിനകത്ത് കയറി കണ്ടു. വീട്ടിലിരുന്ന് ഓൺലൈനിൽ കണ്ടവർക്ക് കൈവയ്ക്കാം. ഓൺലൈനിൽ കണ്ടത് അത്രയും പേര് ഉണ്ടല്ലോ. പോയവരുടെ കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ആ കാര്യം അവിടെ പോയി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദേവാലയങ്ങളിൽ ചില ദേവാലയങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കണ്ടമാനം കുറയും കണ്ടുവരുന്നതായ ഒരു കാര്യം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയം നെടുങ്കണ്ടം സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു ചിന്ത പറഞ്ഞുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ടാണ് ജനം കുറയുന്നത്? ചിലർ പറയും, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ചിലർ പറയും ഈ അച്ഛൻ പോയിട്ടല്ലാതെ അല്ലെങ്കിൽ ഈ ഉപദേശം പോയിട്ടല്ലാതെ ഞാൻ പള്ളിയിൽ കയറി. അതിനവർ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. എന്നിട്ട് അവര് പിന്നെ പള്ളിയിൽ വരത്തി. അതിനെ കുറിച്ച് നമ്മൾ ആഴമായിട്ടൊന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്ത വരുന്നത്? ചിന്ത വരുന്നത് മറ്റൊന്നുമല്ല, ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നത് കേട്ട് മാനസാന്തരം ഉണ്ടാകും, വിടുതലുണ്ടാകുമെന്ന് അവരെക്കാൾ നന്നായി പിശാചിനാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, സാധാരണ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ ശുശ്രൂഷകരോടൊരു പ്രയാസം അവരുടെ ഹൃദയത്തിൽ തോന്നുകയാണ്. ആ തോന്നിയിട്ട് അവരെന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി അവർ പറയും, ഇനി ഈ ശുശ്രൂഷകൻ പോയിട്ട് അച്ഛൻ ഉപദേശി അല്ലെങ്കിൽ ഈ കമ്മിറ്റി പോയിട്ടല്ലാതെ ഞാൻ ഈ പള്ളിയിൽ കയറത്തില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, പിശാച് നിങ്ങളെ അനുഗ്രഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും. ദൈവത്തിന് സ്തോത്രം. അതിനൊരു സാധ്യത വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. മോശ ജനിച്ചു. മോശ ഒരു ജനത്തിന്റെ വിടുതലിനായി ഉതകുമെന്ന് മോശയ്ക്കോ മോശയുടെ മാതാപിതാക്കൾക്കോ ദേശക്കാർക്കോ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അറിയാവുന്ന ഒരുവരുണ്ട്. ആരായിരുന്നു? പിശാചായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജാവിന്റെ ഹൃദയത്തിൽ പിശാച് കയറി ഈ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ജനിക്കുന്ന സകല ആൺകുട്ടികളെയും കൊന്നുകളയണം. ദൈവത്തിന് സ്തോത്രം. അവിടെ മോശയെ കൊന്നുകളയുവാനായിട്ട് പക്ഷെ ദൈവം അനുവദിച്ചില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട്, ദൈവശക്തി വെളിപ്പെടുവാനായിട്ട്, ദൈവികമായിരിക്കുന്ന വിടുതൽ വെളിപ്പെടുവാനായിട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? പിശാചിനറിയാം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്, നിന്റെ മക്കളോ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നതോ പിശാചിനറിയാം, നമുക്കറിയത്തില്ല. അതുകൊണ്ട് പലപ്പോഴും ചെയ്യും ആരാധനയിൽ മുടക്കം സംഭവിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ അറിവല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ധാരാളം അറിവ് ഞാൻ
5 വർഷം പഠിച്ച 93 വിഷയങ്ങൾ ഞാൻ പഠിച്ചതാണ്. ധാരാളം അതിനെക്കുറിച്ച് അറിവുണ്ട്. ആ അറിവുകളൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ ഏക ആഗ്രഹം, കർത്താവേ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ നീ സംസാരിക്കണം നിന്റെ ജനത്തോട്. ഞാൻ അതാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ചു വരുമ്പോൾ ജനത്തിന്റെ എണ്ണം കുറഞ്ഞു വരും. കുറയുന്നില്ല. കാരണം അവരുടെ തലമുറയ്ക്ക് അന്യഗ്രഹം ഉണ്ടാകുമെന്ന് അവരെക്കാൾ നന്നായിട്ട് വിചാരിച്ചറിയാം. അതുകൊണ്ട് വിചാരിക്കും ഇന്ന് പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജനത്തിന്റെ എണ്ണം കുറയരുത്, ജനത്തിന്റെ എണ്ണം കൂടി വരണം. ദൈവത്തെ അറിയണം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചെടുക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എല്ലാവരും ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ജനം കൂടി വരണം. രണ്ടാമത്തെ പ്രാർത്ഥന, ഞങ്ങളോട് സംസാരിക്കണം. ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകന്റെ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമല്ല ഇവിടെ കേൾക്കേണ്ടത്. പിന്നെയോ നമ്മോട് സംസാരിക്കണം ദൈവം. അത് സംസാരിക്കുന്നത് ദൈവജനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കാതെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയെ പ്രശംസിക്കും. വാക്യം മനസ്സിലായോ? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇത് മഹാനവതിയായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താവിഷയം സൗഖ്യമാകുക എന്നുള്ളതാണ്. സൗഖ്യം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഈ വിഷയം അത് കണ്ട് ഞാൻ ഈ വേദപുസ്തകത്തിന്റെ വേദഭാഗങ്ങൾ എടുത്ത് മറിച്ച് വായിച്ചു നോക്കി. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഈ വിഷയം ഇതുമായിട്ട് എന്താ പ്രത്യേകത? ഇതിൽ നിന്ന് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഞാൻ എന്റെ ബുദ്ധിയിൽ എന്റെ അറിവെല്ലാം ഞാൻ ചിന്തയിൽ നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഞാൻ കർത്താവേ, എന്തെങ്കിലും ഇത് പറഞ്ഞു തരണം, ഇതിന്റെ ആത്മീകമായിരിക്കുന്ന മർമ്മം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴാണ് ദൈവോത്മാവ് വെളിപ്പെടുത്തിയത്. ഈ വേദഭാഗങ്ങളിൽ 2 വിധമായിരിക്കുന്ന സൗഖ്യങ്ങളെയാണ് നമുക്ക് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. 2 വിധമായിരിക്കുന്ന സൗഖ്യങ്ങൾ. ഒന്നാമത്തെ സൗഖ്യം നമ്മുടെ പഴയ നിയമത്തിൽ നാം കണ്ട പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വായിച്ചു കേട്ട 1-ാം വേദഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10 മുതൽ താഴേക്ക് നാം വായിച്ചു കേട്ടു. അവിടെ മോശയെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയാണ്. മോശ ആരായിരുന്നു? മോശ ഒരു വിക്കനായിരുന്നു. അവൻ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ബഹുപാലിച്ച് അങ്ങനെ പോകും. അവനൊരു വിക്കനായിരുന്നു. അവന് സൗഖ്യമില്ല. ദൈവം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് നീ പുറപ്പെടണം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ അവസാനം മുതൽ നാം നോക്കുമ്പോൾ മോശ പറയുന്ന ഒഴിവുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊരു പ്രാവശ്യം ഇവിടെ ചിന്തിച്ചത്. അങ്ങനെ മോശ വിക്കനായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രവർത്തിക്കായിട്ട് മോശയെ ദൈവം വിളിച്ചു. സ്തോത്രം. അവിടെ മോശയെ വിളിച്ചു. മോശ പറഞ്ഞു, കർത്താവേ, ഞാനൊരു വിക്കനാണ്. ഈ ജനത്തെ നടത്തുവാൻ, അവർക്ക് ഉപദേശം കൊടുക്കുവാൻ എനിക്ക് കഴിവില്ല. ഞാൻ ഇവിടെ വാടാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരടുത്ത മല കയറി പോകും. കാരണം എനിക്ക് പറഞ്ഞു വരുമ്പോഴത്തേന് ഇതാ ശരിയാകുന്നില്ല. ഞാൻ പറയുന്നത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കുകയുമില്ല. കാരണം ഞാൻ വിക്കനാണ്. പക്ഷെ ദൈവം അവനെ എടുത്തു, കരങ്ങളിൽ എടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അറിയും. വിക്കനെ നിർമ്മിച്ചതും വായ ഉണ്ടാക്കിയവരൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ അതിന് അധികാരിയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. മോശയെ വിളിച്ചു. മോശ അവരോട് ചേർന്ന് ദൈവത്തിന്റെ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്ത് നമുക്കറിയാം. അവിടെ എന്നാൽ മോശയുടെ വിക്ക് മാറിയില്ല.
രണ്ടാം പാഠമായി വായിച്ചതായ ഈ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഈ ലേഖനം എഴുതിയ ലേഖനകർത്താവിനെ നാം കാണുന്നു. ആരാണ് ഈ ലേഖനം എഴുതിയത്? ആരായിരുന്നു? പൗലോസ്. പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ വേദപുസ്തകം പറയുന്നു പൗലോസിന് ഒരു രോഗമുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ അതിനെ പൊടിഞ്ഞാണെന്നും അൾസറാണെന്നും ഒക്കെ പറയുന്നു. രോഗം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും പൗലോസ് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഈ രോഗമൊന്ന് മാറിക്കിട്ടണം. ഞാൻ ശുശ്രൂഷിക്കുന്നയാളാണ്, പ്രസംഗം പറയുന്നയാളാണ്, അനേകരെ ദൈവത്തിലേക്ക് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ എന്റെ ഈ രോഗമൊക്കെ മാറുന്നില്ല. ദൈവം പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. പക്ഷെ പൗലോസ് സൗഖ്യമായില്ല. ഇവിടെ നാം കണ്ടതായിരിക്കുന്ന ഈ രണ്ട് വ്യക്തികളും അവര് സൗഖ്യമായില്ല. ഭൗതികമായിരിക്കുന്ന സൗഖ്യം അവർക്ക് ലഭിച്ചില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ? കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ സൗഖ്യമാകാത്തത്? എന്തുകൊണ്ട് എന്റെ രോഗം മാറുന്നില്ല? എത്രയോ നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രതിസന്ധി മാറുന്നില്ല, എന്റെ പ്രതികൂലങ്ങൾ എന്നെ വിട്ടുമാറുന്നില്ല. എന്തുകൊണ്ട് കർത്താവേ? ഞാൻ ചില സമയത്ത് ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ പൗലോസിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടോ? എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നുപോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു പിടിയെന്ന് പിടിക്കും. നമുക്കറിയാം, ഈ ആനയൊക്കെ കൊണ്ടുപോകുമ്പോ അതിന് കൂച്ചുവിലക്ക് എന്ന് പറയുന്ന ഒരു വിലക്കുണ്ട്, ആക്രമിക്കാതിരിക്കാൻ. ഇപ്പൊ അതിന് വേറെ പുതിയ മോഡലുകളൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ സംഗതി എല്ലാം ഒന്ന് തന്നെ. കാരണം അതാണ് പാപ്പാൻ പറയുന്ന കാര്യം അനുസരിച്ചേ ചെയ്യാവൂ. അതിനുവേണ്ടി ഒരു പിടി അതിനെ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ പൗലോസിന്റെ മേൽ ദൈവം കൊടുത്തതായിരിക്കും ഒരു പിടിയാണ്. ദൈവത്തിന് സ്വന്തം. അത് മാത്രമല്ല, പൗലോസിനോട് പറയുന്നത് നിഗളിച്ചു പോകാതിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ മാറാതിരിക്കുന്നതോ, ചില കടഭാരങ്ങൾ പോകാതിരിക്കുന്നതോ, ചില പ്രതിസന്ധികൾ മാറാതിരിക്കുന്നതിന്റെ കാരണം നാം നിഗളിച്ചോ ദൈവസന്നിധിയിൽ വീണുപോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്വന്തം. ഇത് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അനേക വർഷം പ്രാർത്ഥിച്ചിട്ടും മാറാത്തതായിരിക്കുന്ന ഒരു രോഗം, ഒരു കടഭാരം, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ വീണുപോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടോ നിനക്ക് തന്നിരിക്കുന്ന ഒരു പിടിയാണ്. സ്തോത്രം. നമുക്കറിയാം, യൂദാ എന്നാണ് വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ ഏകദേശം ശിഷ്യന്മാരിൽ സമ്പത്തുള്ള ഒരു വ്യക്തി യൂദായാണ്. കാരണം അവൻ പണം കൈകാര്യം ചെയ്യുന്നത്, തട്ടിച്ചെടുത്തതോ വെട്ടിച്ചെടുത്തതോ ഓട്ടിച്ചെടുത്തതോ ഒക്കെ അവന്റെ കയ്യിലുണ്ട്. ദൈവത്തിന് വിശ്വാസം. അവൻ വളരെ അനുഗ്രഹമുള്ളവനായിട്ട് ജീവിക്കും. ആൾക്കാർ അവരെ തെറി പറയുമെങ്കിലും ചീത്ത പറയുമെങ്കിലും അവന്റെ കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് അവനെ സുഭിക്ഷമായിട്ടാണ് ജീവിക്കുക. അവന്റെ മേൽ വേറെ പ്രതിബന്ധങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവന്റെ ശ്രദ്ധ മുഴുവനും ഈ പണത്തിലേക്കായിരുന്നു. അവന്റെ നോട്ടം, അവന്റെ അധ്വാനം, അവന്റെ സകല പ്രവൃത്തികളും പണത്തിലേക്കായിരുന്നു. അവൻ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ അവന്റെ ചിന്ത പണത്തിലേക്കാണ്. ദൈവത്തിനെ കേൾക്കുമ്പോൾ അവന്റെ ചിന്ത പണം പണം എന്നുള്ളത് മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവന് പണം അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവന് ലഭിച്ചതായിരിക്കുന്ന പണം അവനുള്ള ഭണ്ഡാരത്തിൽ വലിച്ചെറിഞ്ഞിട്ട് അതിനകത്ത് ഇടാൻ പോലും അവന്റെ ഭാഗ്യം ലഭിച്ചില്ല. അവൻ പോയി കെട്ടി ഞാൻ ചത്തു. എവിടെയാ പ്രശ്നം? ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ ജീവിതത്തിൽ അവൻ സകലവിധമായിരിക്കുന്ന നന്മകളുണ്ടായിരിക്കും, സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടായിരിക്കും. അവന് ദൈവത്തെ പിൻപറ്റാനായിട്ട് പറ്റിയില്ല. ഇവിടെ പൗലോസിനെ കുറിച്ച് പറയുമ്പോ അവൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, പൗലോസിന് പറയുന്ന കാര്യമാണ്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനോ അവൻ എന്നെ ഒരു ശൂലം തന്നിരിക്കുക. അത് അവന്റെ ജീവിതത്തിൽ അവൻ പലപ്പോഴും മാറിപ്പോ
ഈ സാധനങ്ങൾ കുത്തുന്നു. നമ്മുടെ ജീവിതത്തിന്റെ കടഭാരം മാറാതിരിക്കുന്നതിന്റെ അർത്ഥം ദൈവം നമ്മെ പിടിച്ചു വെച്ചിരിക്കും, മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അത് മാറാതിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം നിഗ്രഹിച്ചു പോകാതെ ദൈവസന്നിധിയിൽ വീണ് പോകാതിരിക്കേണ്ടതിന് ഒരു പിടി വെച്ചിരിക്കുക, ഒരു കൂച്ചുവലൊക്കെ വെച്ചിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ മറ്റൊരു സത്യം കൂടെ അതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. പൗലോസ് രോഗിയായിരുന്നിട്ടും ഒരിക്കൽ പോലും സുവിശേഷ വേലി തളർന്നുപോയി. ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ആത്മീയമായിരിക്കുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നു, ഭൗതികമായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. ആ രോഗമുണ്ടായിരുന്നിട്ടും അവന്റെ ജീവിതത്തിലെ ഒരു പ്രവർത്തനങ്ങൾക്കും മുടക്കം വന്നില്ല. ഇവിടെ മോശയെ നാം നോക്കുക. മോശയുടെ ജീവിതത്തിൽ അവൻ മരിക്കുന്നത് വരെ വിക്കനായിരുന്നു. പക്ഷേ ഒരു ജനത്തെ വിടുവിച്ചോ കടപ്പാട്ടിലേക്ക് എത്തിക്കുവാൻ അവൻ മതിയായതായിരുന്നു. അവന്റെ രോഗം, അവന്റെ പ്രയാസം, പ്രതിസന്ധി അവിടെ നിലനിൽക്ക ചെയ്യേ അവൻ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ ധാരാളം നൽകിയിട്ടുണ്ട്. ആ നന്മകൾ ദൈവത്തെ കണ്ടെത്താൻ തടസ്സമാകുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ദൈവത്തെ കാണാൻ നമ്മെ തടസ്സമാക്കുന്നുണ്ടോ? യൂദാ അവന്റെ കാഴ്ച മുഴുവൻ ഈ പണത്തിലായിരുന്നത് കൊണ്ട് അവന്റെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവന് പറ്റി. മറ്റു ശിഷ്യന്മാര് അവരുടെ ജീവിതത്തിലെ സാധ്യതകളെ മുഴുവൻ അവർ വലിച്ചെറിഞ്ഞവരാണ്. അതുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് അവർക്ക് സാധ്യമായി. യേശുവിനെ പിൻപറ്റുവാൻ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസിന് ലോകപ്രകാരം ധാരാളം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അവരുണ്ട്. പക്ഷേ പൗലോസ് പറഞ്ഞു, ഈ അനുഗ്രഹങ്ങളൊന്നും ദൈവത്തെ കാണുവാൻ എനിക്കൊരു മറയാണ്. അവൻ പറഞ്ഞിരിക്കുന്ന ചപ്പത്തും ചവറത്തും ഞാൻ എഴുതുന്നു. നമ്മുടെ സ്ഥാനമാനങ്ങളോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ കഴിവുകളോ, നമ്മുടെ സമ്പത്തോ, നമ്മുടെ കുടുംബ മഹിമയോ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തടസ്സമാകണം ആകുകയും അത് കർത്താവിനെ കാണുവാൻ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ അത് തടസ്സമാകുന്നുവെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക. അത് ഒരു നാൾ നമുക്ക് വിനയായി. യൂദാ സമ്പാദിച്ച പണം അവന് വിനയായിരുന്നു. അവന്റെ ലക്ഷ്യം പണം സമ്പാദിക്കുക മാത്രമായിരുന്നു. എന്നാൽ സക്കായിയെ നമുക്കറിയാം. സക്കായി പണം കൈകാര്യം ചെയ്തവരായിരുന്നു, ടാക്സ് അവൻ ചുങ്കക്കാരനായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സമ്പാദിച്ചത് അന്യായമായി സമ്പാദിച്ചത് മുഴുവനും ഞാൻ 3 മടങ്ങ് മടക്കി കൊടുക്കുകയാണ്. അവന്റെ സമ്പാദ്യം, അവന്റെ അനുഗ്രഹം, അവന്റെ നന്മ അത് ദൈവത്തെ കാണുവാൻ അവന് തടസ്സമായിരുന്നു. അതവൻ വലിച്ചെടുത്തപ്പോൾ യേശു അവന്റെ ഭവനത്തിലേക്ക് വരുന്നു. യേശു അവന്റെ ഭവനത്തിലേക്ക് വന്നു പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ദൈവത്തിന്റെ സ്വന്തം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ കാണുവാൻ, നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഒന്നും തടസ്സം ആയിരിക്കരുത്. കാരണം നമ്മുടെ അനുഗ്രഹങ്ങളെ അല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ജീവിതം. നമ്മുടെ അനുഗ്രഹങ്ങളെ അല്ല ദൈവത്തിന് ആവശ്യം, നമ്മുടെ ആത്മാവിനെയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന യാതൊരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമായി. എനിക്ക് അതിന് ഉദാഹരണം പറയുവാനായിട്ടുണ്ട്, സമയം പോകുമല്ലോ. ഞാനതുകൊണ്ട് അവിടെ വിടുകയും നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന എന്തെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റുവാൻ ദൈവം മതിയായവൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടോ സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണെങ്കിൽ
ഒന്നാമത്തെ വ്യക്തി ആരാണ്? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിച്ച ഭാഗത്തിൽ രണ്ടാമത്തെ വ്യക്തിയെ നാം കാണുന്നു. അതൊരു കുരുടനായ മനുഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ നാം കണ്ടു ഒരു കുരുടനായ മനുഷ്യൻ. ഈ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, കർത്താവേ, ഇവനിങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാ പാപം ചെയ്തോ? ഇവൻ ചെയ്തോ? ഇവന്റെ മാതാപിതാക്കൾ ചെയ്തോ? യേശു പറഞ്ഞ ആരും പാപം ചെയ്തിട്ടല്ല, മറിച്ചോ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനത്രേ. ദൈവത്തിന്റെ സ്തോത്രം. വേദപുസ്തകത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവരെല്ലാം ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം കൊടുത്തതായിരിക്കുന്ന സൗഖ്യം, ആ സൗഖ്യം ദൈവത്തെ കാണുവാൻ മുഖാന്തരമായിട്ടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം ദൈവത്തെ കാണുവാൻ ഒരാൾക്കും കൂടെ മുഖാന്തരമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപ ഒരാളും കൂടെ ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ അതൊരു മുഖാന്തരമായി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ, അനുഗ്രഹീത സാഹചര്യങ്ങൾ, അത് നിമിത്തം ഒരാളുകൂടെ ദൈവത്തെ കണ്ടെത്തുവാനായി ഇടയായിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം ധന്യമായി ജീവിക്കുന്നതോ ഈ ക്രിസ്തീയ ജീവിതത്തിൽ കൂടിയാണ്. ഞാൻ 2 സൗഖ്യങ്ങളെയാണ് കാണിച്ചു തന്നത്. ഒന്ന് ഭൗതികമായിരിക്കുന്ന ഒരു സൗഖ്യം, രണ്ടാമത്തത് ആത്മീകമായിരിക്കുന്ന സൗഖ്യം. കുരുടനിൽ നാം കാണുന്നത് ഒരു ഭൗതിക സൗഖ്യമാകുന്നുവെങ്കിൽ പൗലോസിൽ, മോശയിൽ നാം കാണുന്നത് ഒരു ആത്മീകമായിരിക്കുന്ന സൗഖ്യമാണ്. ഒരു രോഗത്തിന്റെ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾ അനേകരെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഞങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവരാ, വേദനപ്പെടുന്നവരാ, പക്ഷെ അനേകർക്ക് ചിരിക്കുവാനായിട്ടുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ കടഭാരം അനുഭവിക്കുന്നവരാണ്, എന്നാൽ അനേക കടഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അവർക്ക് വിടുതൽ നൽകുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലം ദൈവത്തെ കാണുവാൻ ഒരു തടസ്സമല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി നമ്മൾ ദൈവസന്നിധിയിൽ മാറിപ്പോകാതിരിക്കുവാൻ അവൻ നമുക്ക് നൽകുന്ന ഒരു പിടിയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും ഒരുപക്ഷെ നാം വിചാരിച്ചേക്കാം, അയ്യോ ഇതിനെ മറികടന്നു പോകാൻ എനിക്ക് കഴിയുകയില്ലല്ലോ, ഇത് എന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നു. ഇല്ല, ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയില്ല, മറിച്ചോ അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നു. നമ്മുടെ ബലഹീനതകളിൽ തെളിഞ്ഞു വരുന്ന ഒരു ദൈവശക്തി അതിനകത്തുണ്ടായിരിക്കും. ആ ദൈവശക്തി മറ്റൊരാൾക്ക് കൂടെ അനുഗ്രഹമായി തീരും. ആ ദൈവശക്തി മറ്റൊരാളുടെ വിടുതലായി തീരും. ആ ദൈവശക്തി മറ്റൊരാളുടെ അനുഗ്രഹമായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമുള്ള ഒരു ജീവിതമായി തീരും. ഈ ലോകപ്രകാരം, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം തികഞ്ഞവരായിട്ട് ജീവിച്ചാൽ ആ ദൈവത്തെ മറന്നുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം ദൈവത്തെ ത്യജിച്ചു കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമ്മുടെ ബലഹീനതകൾ ഒരു തടസ്സമല്ല. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളോ കടഭാരമോ പ്രയാസങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് ഒന്നിനൊന്നിന് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ മുഖാന്തരമായി തീരും. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഭാമക്കള് ദൈവത്തെ ആരാധിക്കുന്നത് തീഷ്ണതയുള്ളവരായിത്തീരട്ടെ. ദൈവത്തെ ആരാധിക്കുന്നതിൽ മടുപ്പില്ലാത്തവരായിത്തീരട്ടെ. ചിലപ്പോൾ പിശാച് പറഞ്ഞേക്കാം, നമ്മുടെ ജീവിതത്തെ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഇന്ന് CSI-കാരുടെ മധ്യത്തിൽ കാണുന്ന ഒരു വലിയ തിന്മ അതാണ്, എന്തിനാ പള്ളിയിൽ പോകുന്നത്? ദൈവം നമുക്ക് ധാരാളം നന്മകൾ നൽകി, അതുകൊണ്ട് ആ ചിന്ത വരും. നമുക്ക് പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങളില്ലാതെ വരികയാണ്. അതുകൊണ്ട് പലപ്പോഴും ആരാധനയ്ക്ക് പോകുന്നതിൽ നിന്നോ നമ്മൾ വിമുഖത കാണിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കണം. കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും അടുത്ത ഞായറാഴ്ച അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയും കർത്താവേ, അടുത്ത ഞായറാഴ്ച എനിക്ക് പോകാനുള്ള കൃപ തരണമെന്ന് ആദ്യം പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാവരെയും ദൈവസഭയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, നമ്മുടെ അനുഗ്രഹത്തെ തടസ്സം ചെയ്യാൻ പിശാചിന് കഴിയും. എങ്ങനെ കഴിയും? ദൈവസഭയിൽ നമ്മളെ മാറ്റിക്കൊടുക്കും. യൂദാസിന് വലിയ കഴിവാണ്. അവൻ കർത്താവിന്റെ നെഞ്ചോട് ചാരിയിരുന്നു. ഒരു ഉന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്നോ ആ കർത്താവ് കൊടുത്ത ആഹാരം കഴിച്ച് അവന്റെ ശബ്ദം കേൾക്കണം. പക്ഷേ അവന്റെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞു. പിശാചിന്റെ ചിന്തകളെല്ലാം വലിച്ചുകൊണ്ടുപോയി. അവൻ നശിച്ചുപോയി. കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ജനിക്കാതെ പോയിരുന്നെങ്കിൽ അവന് കൊള്ളാനായി എന്ന് പറഞ്ഞാൽ അത്രയേറെ ഭയാനകമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് അവൻ മടങ്ങി പോകുന്നത്. നിത്യമായിരിക്കുന്ന അഗ്നിയിലേക്ക് അവൻ പോകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ആ നിത്യ അഗ്നിയുടെ വക്താക്കളാകാനായിട്ടല്ല, മറിച്ച് കർത്താവ് നമുക്ക് ഒരുക്കുന്ന ആ നിത്യജീവന്റെ അവകാശികളായിട്ട് കർത്താവിനോടുകൂടെ നിത്യ യുഗങ്ങൾ വാഴുവാൻ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നമ്മുടെ രോഗമോ കടഭാരമോ മറ്റു പ്രയാസമോ ഒന്നും ദൈവത്തെ കാണുവാൻ തടസ്സമായി വരികയില്ല. ദൈവത്തിന് സ്തോത്രമെന്നാണ്. അതിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു യേശു എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കും. അതിന് നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചോ, ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മുടെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ, അകന്നു പോകാതെ ദൈവത്തെ സേവിപ്പാനും ആരാധിപ്പാനും ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിച്ചെടുക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതോ ഞാൻ നിങ്ങളുടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്. ധാരാളം തവണ പ്രാർത്ഥിച്ചു, പക്ഷെ ഞങ്ങൾക്ക് സൗഖ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞങ്ങളിൽ പലരും കടഭാരത്തിലാകുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഞങ്ങൾക്ക് വീട്ടാൻ പറ്റാത്തതായിരിക്കുന്ന കടഭാരം ഞങ്ങളിലുണ്ട്. എന്നാൽ ആ കടഭാരവും ദൈവത്തെ കണ്ടെത്തുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ തടസ്സമല്ല എന്ന് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളിൽ പലരും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, വേദനകൾ ഉള്ളവരാകുന്നു. കുടുംബ പ്രശ്നങ്ങളിലായിരിക്കുന്നവരാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമായി വരുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളെക്കാൾ, ഞങ്ങളുടെ പ്രയാസങ്ങളെക്കാൾ, ഞങ്ങളുടെ കടഭാരങ്ങളെക്കാൾ ഉന്നതനായിരിക്കുന്ന ഒരു ദൈവം ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെക്കാൾ ഉന്നതനായിരിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് ജീവിക്കുന്നുണ്ട്. നന്ദി നിറഞ്ഞ ദൈവത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ യാതൊന്നും കർത്താവിനെ കാണുന്നതിന് തടസ്സമായി, കർത്താവിനെ സ്നേഹിക്കുന്നതിന് തടസ്സമായി, കർത്താവിനെ ആരാധിക്കുന്നതിന് തടസ്സമായി വരുമ്പോൾ ദൈവമേ, ഒരു നാളുകൊണ്ട് ആനന്ദിക്കരുതേ. കർത്താവേ, ഞങ്ങളെ ഇങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവകൃപയെ അനുഭവിച്ചു നന്മയുള്ളവരായി, ദൈവകൃപയുള്ളവരായി, ദൈവശക്തിയുള്ളവരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കൃപയിലും ഞങ്ങളെല്ലാവരെയും നോക്കിയട്ടെ. ഇതുപോലെ ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കണം. പ്രാർത്ഥനകരനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ